ഹലോ ഓൾ, എൻ്റെ പേര് ഗോപിക. ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ആൻഡ് ഡോപ്പയിലെ മെൻറ്ററുമാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നീറ്റ് എക്സ്പീരിയൻസിൻ്റെ പേരൻസിനോടാണ്. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ നീറ്റ് ജേർണിയിൽ പേരൻസിന് ഒരു വലിയ റോളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളെ ഇപ്പം ഓഫ്ലൈൻ കുട്ടികളാണെങ്കിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലാക്കിയിട്ട് പോകും. അതുപോലെ ഓൺലൈൻ കുട്ടികളാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ആക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ ഇനിയിപ്പോൾ കുട്ടികൾ പഠിച്ചോളും, നമുക്ക് റോളൊന്നും ഇല്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു ജേർണിയിൽ പേരൻസിൻ്റെ റോളെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും നീറ്റ് ട്രാക്ക് ചെയ്ത് വന്നതാണ്. സോ എനിക്കറിയാം പേരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. അതിനേക്കാളൊക്കെ നമുക്ക് വലുത് നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടാണല്ലേ. ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടി, പേരൻസ് പറഞ്ഞു, പേരൻസ് അപ്രീഷിയേറ്റ് ചെയ്തു. അതേപോലെ നമുക്ക് മാർക്ക് കുറഞ്ഞെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അടുത്ത തവണ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ഒരു വലിയ കാര്യമാണല്ലേ. സോ നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പേരൻസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവർക്ക് ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഈ ഒരു നീറ്റ് ജേർണി എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞൊരു ജേർണി ആണല്ലേ. അപ്പോൾ ഈ ഡൗൺ ആവുന്ന സമയത്ത് കുട്ടികൾക്ക് മാക്സിമം ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ കുട്ടികളെ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് വെക്കുക. അതായത് ചില പേരൻസ് ആണെങ്കിൽ കുട്ടികളെ എപ്പോഴും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും, പഠിക്കുക എന്ന് പറഞ്ഞ്. അത് തെറ്റായിട്ടുള്ള മെത്തേഡാണ്. അതേപോലെ ചില പേരൻസ് ആണെങ്കിൽ കുട്ടികളെ ഫ്രീ ആയിട്ട് വിടും, അതും തെറ്റായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും ഗൈഡൻസും കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ കുട്ടികൾ അഡിക്വേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരു 6 to 7 hours ഉറങ്ങുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തുക. അതേപോലെ നമ്മുടെ ഷെഡ്യൂളുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ കുട്ടികളിപ്പോൾ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ അവർ ക്ലാസ് കാണും, അതേപോലെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കും, അതുപോലെ NCERT വായിക്കും. ആൻഡ് നമ്മളിപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ തിയറി പഠിക്കും, അതുപോലെ ഇക്വേഷൻസ് പഠിക്കും. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ ഒരു ദിവസം ചെയ്യുക. അപ്പോൾ രാത്രി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഇപ്പോൾ ക്ലാസ് കണ്ടോ, അല്ലെങ്കിൽ NCERT വായിച്ചോ, ക്വസ്റ്റ്യൻസ് ചെയ്തോ, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പം എന്നും ജസ്റ്റ് കുട്ടികളോടൊന്ന് ചോദിക്കുക ഇതൊക്കെ ചെയ്തോ എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പേരൻസ് അന്വേഷിക്കുന്നുണ്ട്, അവർ കൺസേൺഡ് ആണ്. സോ ഇവർ ദിവസം കഴിയും തോറും ഇമ്പ്രൂവ് ആയിട്ട് വരാനായിട്ട് ശ്രമിക്കും. സോ അങ്ങനെ ചെയ്യാം. അതേപോലെ ഓൺലൈൻ കുട്ടികൾക്ക് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈമാണ്. അതായത് കുട്ടികൾ ക്ലാസ് കാണാനായിട്ട് തീർച്ചയായിട്ടും ഫോൺ ഉപയോഗിക്കും. സോ ഫോൺ ഉപയോഗിക്കുന്നത് ക്ലാസ് കാണാൻ വേണ്ടി മാത്രം ആണെന്ന് ഉറപ്പ് വരുത്തുക. അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ആപ്പുകളൊക്കെ നിങ്ങൾ മാക്സിമം ലോക്കായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഓഫ്ലൈൻ കുട്ടികൾക്ക് ഇപ്പോൾ വീക്ക്ലി ട്വൈസ് കോൾ ടൈം ഉണ്ടാകും. സോ നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ മാക്സിമം ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. കുട്ടികൾ ഓൾറെഡി സ്ട്രെസ്ഡ് ആയിരിക്കും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സോ മാക്സിമം അവരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വെക്കാൻ നോക്കുക. മാർക്ക് കുറഞ്ഞെങ്കിൽ അനാവശ്യമായിട്ട് വഴക്കൊന്നും പറയാതെ അടുത്ത തവണ ഓക്കെ ആക്കാമെന്നൊക്കെ പറയുക. അതേപോലെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുള്ള ടൈമിൽ മാക്സിമം കുട്ടികളെ വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ ഇപ്പം ഓഫ്ലൈൻ കുട്ടികളൊക്കെ ആണെങ്കിൽ മന്ത്ലി ട്വൈസ് ഒക്കെ ആയിരിക്കും അവർ വീട്ടിൽ വരിക. അപ്പം ഇത്രയും നാൾ പഠിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിരിക്കും അവർ വീട്ടിൽ വരുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോഴും ഞാൻ പഠിക്കുക എന്ന് പറയാതെ കുറച്ചൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ നമ്മളിപ്പം അവിടെ പഠിക്കുന്ന പോലെ എപ്പോഴും പഠിക്കുക പറയാതെ അവരെ റിലാക്സ്ഡ് ആയിട്ട് വിടാൻ നോക്കുക. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത് കുട്ടികളെ മാക്സിമം കമ്പയർ ചെയ്യാതിരിക്കാൻ നോക്കുക. അതായത് ഇപ്പം അവന് ഫസ്റ്റ് റാങ്ക് ഉണ്ട്, അവനൊക്കെ എന്താണ് കിട്ടാതെ, അങ്ങനെയൊന്നും പറയാതെ നമ്മുടെ കുട്ടികളുടെ ഷെഡ്യൂൾ കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, അതേപോലെ അവരുടെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ അങ്ങനെ ചെയ്യാൻ നോക്കുക. അതേപോലെ നിങ്ങൾ അനാവശ്യമായ ടെൻഷൻ അടിക്കാതിരിക്കുക, നിങ്ങൾ സ്ട്രെസ് ആവാതിരിക്കുക. നിങ്ങൾ ടെൻഷനായാൽ കുട്ടികൾക്ക് അത് വീണ്ടും ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങളുടെ കുട്ടികൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഫൈനലി അവർ അവരുടെ റിസൾട്ട്സിൽ എത്തും. സോ നിങ്ങൾ കൂളായിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു നീറ്റ് ജേർണിയിൽ കുട്ടികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത് ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും മെൻ്റൽ സപ്പോർട്ടാണെങ്കിലും കുട്ടികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫ്രം ബിഗിനിങ് ടു എൻഡ് അവരുടെ കൂടെ ഉണ്ടാവുക.